നമസ്കാരം. ഹോർമുസ് കടലിടുക്ക് തുറന്നിരിക്കുന്നു. ലെബനനിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപനം വന്നതിന് ശേഷമാണിത്. ഇന്ന് ഏപ്രിൽ 17 വെള്ളിയാഴ്ച. പശ്ചിമേഷ്യൻ സംഘർഷം ഒരു വഴിത്തിരിവിലേക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ന്യൂസ് അപ്ഡേറ്റുകളാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിനെ എല്ലാ കമേഴ്ഷ്യൽ ഷിപ്പുകൾക്കും വേണ്ടി തുറന്നു കിടക്കുന്നു എന്ന് ഇന്ന് പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത് ഇറാന്റെ പോർട്സ് ആൻഡ് മാരിടൈം ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള പോലെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു റൂട്ട് വഴിയാണ് കപ്പലുകൾ കടന്നു പോകേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. കാരണം ലോകത്തിൻ്റെ 20% കൂടുതൽ എണ്ണ കയറ്റുമതി നടക്കുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ കൂടിയാണ്. ഒരു മാസത്തിലധികമായി അടഞ്ഞു കിടക്കുന്ന ഇത് കാരണം ലോകത്ത് മുഴുവനും തന്നെ വലിയൊരു എനർജി പ്രതിസന്ധി വന്നിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ഒരു പ്രഖ്യാപനം വരുന്നത്. അപ്പോൾ ട്രംപ് ഇതിന് പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇറാൻ ഇനി ഒരിക്കലും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് അടക്കില്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇതൊരു ആയുധമായി ഇനി ഒരിക്കലും പ്രയോഗിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിക്കുമ്പോൾ തൻ്റെ ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം മൂലമാണ് ഇത് തുറന്നിട്ടുള്ളത് എന്നൊരു ധ്വനിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. ഈ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ വിപണികൾ വളരെ നന്നായി പ്രതികരിച്ചിട്ടുണ്ട്. ബ്രെൻഡ് ക്രൂഡ് 13% വില ഇടിഞ്ഞ് ഇപ്പോൾ $86.30 താന്നിരിക്കുന്നു. 100ഉം 110 വരെ എത്തിയ എണ്ണ വിലയാണ് ഇപ്പോൾ 86.30 എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ US ഓഹരി വിപണികളും വളരെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിക്ഷേപകർക്ക് യുദ്ധഭീഷണി തീരുന്നു എന്നൊരു പോസിറ്റീവ് ന്യൂസ് വന്നതുകൊണ്ടാണ് മാർക്കറ്റുകൾ ഉയരുന്നത്. അപ്പോൾ നമുക്കും അത് ഗുഡ് ന്യൂസ് ആണ്. പക്ഷേ ഇന്ന് ഇറാൻ്റെ ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം ഇറാൻ്റെ തസ്നീം ന്യൂസ് ഏജൻസി, ഇതൊരു സെമി ഒഫീഷ്യൽ ന്യൂസ് ഏജൻസിയാണ്, അവർ പറയുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് കപ്പലുകൾക്ക് ഉപയോഗിക്കാനായി 3 നിബന്ധനകൾ ഉണ്ട് എന്നാണ് തസ്നീം പറയുന്നത്. ഒന്ന്, ഇത് കമേഴ്ഷ്യൽ ഷിപ്പുകൾക്ക് മാത്രമാണ്, സൈനിക കപ്പലുകൾക്ക് കടന്നു പോകാൻ അനുമതിയില്ല, വ്യാപാര കപ്പലുകൾക്ക് മാത്രമേ ഉള്ളൂ. മറ്റത്, ഈ ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ട് ഒരു റൂട്ട് ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇറാൻ്റെ അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിനോട് ചേർന്നുകൊണ്ടുള്ളൊരു വഴിയാണ്. അത് വളരെ ഇടുങ്ങിയ അതുപോലെ ഒരു ലറാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഐലൻഡ് ഉണ്ട്. അപ്പോൾ ഇറാനിൻ്റെ ബോർഡറും അതുപോലെ ഈ ലറാക്ക് ഐലൻഡിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു ഇടുങ്ങിയ പുതിയ വഴിയാണ് ഇപ്പോൾ ഇറാൻ കപ്പലുകൾക്ക് പോകാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. മുൻപുണ്ടായിരുന്ന വഴിയിൽ കൂടെ അല്ല ഇപ്പോൾ കപ്പലുകൾക്ക് പോകാൻ സാധിക്കുക. അപ്പോൾ അതേ വഴി തന്നെ കപ്പലുകൾ പോകണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കപ്പലുകൾക്ക് പാസേജ് ചെയ്യാനായി ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് IRGCയുമായിട്ടാണ്. അപ്പോൾ ഈ 3 നിബന്ധനകളും ഇറാൻ മുന്നിലോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേ സമയം ട്രംപും ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന്, ഇറാനെതിരായിട്ടുള്ള US-ൻ്റെ ഒരു ഉപരോധമുണ്ടല്ലോ, നേവൽ ബ്ലോക്കേഡ്, അത് തുടരും എന്നാണ്. ഇപ്പോൾ ഒരു സമാധാന ഉടമ്പടി 100% പൂർത്തിയാകുന്നതുവരെ ഈ ഒരു നേവൽ ബ്ലോക്കേഡ് തുടരും. അതുപോലെ തന്നെ ഈ സ്ട്രെയ്റ്റിൽ IRGC ഇറാൻ സീ മൈനുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നീക്കം ചെയ്യാനുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഇറാൻ്റെ എൻറിച്ച്ഡ് യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറണം എന്നുള്ള അതും അദ്ദേഹം ആ ഡിമാൻഡ് മുന്നിലോട്ട് വെക്കുന്നു. ഒപ്പം തന്നെ ട്രംപ് പറയുന്നത് ഏതാണ്ട് എല്ലാ പോയിന്റുകളിലും തന്നെ എഗ്രിമെൻ്റ് എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഡീൽ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 2ാം വട്ട ചർച്ച ഈ വീക്കെൻഡിൽ തന്നെ ഇസ്ലാമാബാദിൽ ഉണ്ടാകും എന്നും ചില ധ്വനികൾ വരുന്നു. നമുക്ക് കൺഫർമേഷൻ ഇല്ല. അപ്പോൾ ഈ 2 കൂട്ടരും നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് തുറക്കുന്നു എന്ന പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ഇത് ഇറാൻ്റെ ഒരു വിജയമാണോ ഇറാൻ്റെ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇറാൻ മുൻപേ തൊട്ട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം US ഇറാൻ സീസ് ഫയർ വെടിനിർത്തലുണ്ടായപ്പോൾ ലെബനനെ അതിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു. പക്ഷേ ഉൾപ്പെടുത്തില്ല എന്ന് വാശി പിടിച്ചത് നെതന്യാഹു ആണ്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഒരു സംഭവ വികാസങ്ങളുടെ ഏതാണ്ട് ഒരു സീക്വൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 8 ഒരു സീസ് ഫയർ ഫ്രെയിംവർക്ക് വരുന്നത്. അത് ലെബനൻ അതിൽ ഉൾപ്പെടുന്നില്ല എന്ന് നെതന്യാഹു പ്രഖ്യാപിക്കുകയും പിന്നെ അങ്ങോട്ട് ഈ ലെബനനിലുള്ള ആക്രമണങ്ങൾ വളരെ ശക്തമാക്കുകയുമാണ് നെതന്യാഹു ചെയ്തത്. ആക്രമണം തുടർന്നുകൊണ്ടിരുന്നു. ഏപ്രിൽ 16 ഇന്നലെ ട്രംപ് പെട്ടെന്ന് ഒരു ഇസ്രയേലും ലെബനനും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തൽ ഉടമ്പടി എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അടുത്ത ദിവസം എന്ന് വെച്ചാൽ ഇന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഇറാൻ പറയുന്നു ഹോർമുസ് കടലിടുക്ക് തുടർന്നു എന്ന്. അപ്പോൾ ഈ ഇറാനിൻ്റെ ആ ഒരു ഡിമാൻഡ് ലെബനനും സീസ് ഫയർ ഉൾപ്പെടുത്തണമെന്ന് അംഗീകരിച്ചതിന് ശേഷമാണ് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ
നിർത്താനായിട്ട് ഇറാൻ ഇപ്പോൾ സമ്മതിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള വിജയം തന്നെയാണ് എന്ന് പറയാം. പക്ഷേ അതേസമയം തന്നെ ഇതിന് മറ്റൊരു സൈഡ് കൂടി നമ്മൾ നോക്കണം. കാരണം ട്രംപ് ഈ ഒരു US നേവൽ ബ്ലോക്കേഡ് ഇറാൻ്റെ പോർട്ടുകൾക്കെതിരെ കൊണ്ടുവന്നപ്പോൾ അത് വലിയൊരു ഇക്കണോമിക് പ്രഷറാണ് ഇറാൻ്റെ, വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രഹരം തന്നെയാണ്. കാരണം 90% ഇറാൻ്റെ ഈ റവന്യൂ എന്ന് പറയുന്നത് ഈ എക്സ്പോർട്ടുകൾ വഴിയാണ്, എസ്പെഷ്യലി എനർജി എക്സ്പോർട്ട് വഴി. മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നു ഇറാൻ്റെ പോർട്ടുകളും അതുപോലെ ഈ ഓയിൽ ടെർമിനലുകളും എല്ലാം ഗ്യാസ് ഫീൽഡും എല്ലാം ഈ കോസ്റ്റ് ലൈനിനോട് ബന്ധിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു ഉപരോധം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തടസ്സപ്പെട്ടാൽ അത് വലിയൊരു സാമ്പത്തികമായിട്ടുള്ള ഒരു അടിയാണ് ഇറാന്. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക പ്രഷർ ഇറാൻ്റെ മേലിൽ വന്നതുകൊണ്ടാണോ ഇറാൻ ഇപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് തുറക്കാൻ സമ്മതിച്ചത് എന്ന് ചോദിച്ചാൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഉണ്ടായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ട്രംപിൽ നിന്ന് വന്നിട്ടുള്ള ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനി ലെബനനെ ഇസ്രായേൽ ബോംബ് ചെയ്യില്ല എന്നാണ് ട്രംപ് പറയുന്നത്. തീർച്ചയായും അദ്ദേഹം നെതന്യാഹുവിനോട് സംസാരിച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇനഫ് ഇസ് ഇനഫ്, മതിയായി എന്നാണ് ട്രംപ് പറയുന്നത്. ഇത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു ആക്റ്റീവായിട്ടൊരു യുദ്ധം നടക്കുന്ന സമയത്ത്, സംഘർഷം നടക്കുന്ന സമയത്ത് ഒരിക്കലും ഇസ്രായേലിനെ പിടിച്ചു നിർത്താനോ തടയാനോ ഒരിക്കലും അമേരിക്ക ശ്രമിക്കാറില്ല. ഇപ്പോൾ ഇത്രയും ദിവസം ഈ ലെബനനിൽ വലിയ തോതിലുള്ള അറ്റാക്കുകളാണെന്ന് വെച്ചാൽ എൻറ്റയർ വില്ലേജുകൾ തകർക്കുക, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ഇവിടെയെല്ലാം ഈ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിന് നേരെ അവിടെ ഹെസ്ബുള്ളയുണ്ട് എന്ന പേരിലുള്ള ഈ അറ്റാക്കുകൾ നടത്തിയപ്പോൾ വലിയ തോതിലുള്ള പ്രഷറാണ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായത്. പക്ഷെ അമേരിക്കയിൽ നിന്ന് മാത്രം ഇതുവരെ നേരിടാത്ത ഒരു സമ്മർദ്ദമാണ് ഇന്ന് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ഇനി അത് ബോംബ് ചെയ്യാൻ സമ്മതിക്കില്ല, ബോംബ് ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ ഇത് ട്രംപ് ആഗ്രഹിച്ചാൽ നെതന്യാഹുവിൻ്റെ മേത്ത് പ്രഷർ ഇടാൻ സാധിക്കും, സമ്മർദ്ദം ചെലുത്താൻ സാധിക്കും എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണിത്. പക്ഷെ അതേസമയം നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഈ സീസ് ഫയർ ആരംഭിച്ചത് വി ഹാവ് നോട്ട് ഫിനിഷ്ഡ്, ഞങ്ങൾ ഹെസ്ബുള്ളയുമായിട്ടുള്ള ഞങ്ങളുടെ യുദ്ധം സംഘർഷം തീർന്നിട്ടില്ല എന്നാണ് നെതന്യാഹു അടിവരയിട്ട് പറയുന്നത്. കാരണം ഹെസ്ബുള്ളയിൽ നിന്നും വരുന്ന റോക്കറ്റ് ത്രെറ്റുകൾ, ഡ്രോൺ ത്രെറ്റുകൾ, അതുപോലെ ഹിസ്ബുള്ളയെ ഡിസാം ചെയ്യണം, ഹിസ്ബുള്ളയെ ഇല്ലാതാക്കണം എന്നുള്ള ഇസ്രായേലിൻ്റെ ലക്ഷ്യം പൂർത്തിയായിട്ടില്ല. അത് പൂർത്തിയാക്കുന്നത് വരെ യുദ്ധം ചെയ്യുമെന്ന് നെതന്യാഹു പറയുന്നു. അപ്പോൾ ട്രംപ് പറയുന്നത് നെതന്യാഹു അനുസരിക്കുമോ ഇല്ലയോ എന്നുള്ളത് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ 10 ദിവസത്തെ സീസ് ഫയർ ലെബനനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് വളരെ ഫ്രജൈലാണ്, എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ചെയ്ത് പോകാവുന്ന ഒരു സീസ് ഫയർ ആണെന്ന് പറയാൻ തന്നെയുള്ള കാരണവും അത് തന്നെയാണ്. കാരണം ഇത് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന ഈ സീസ് ഫയർ എഗ്രിമെൻറ്റ്, അതുപോലെ അദ്ദേഹം ഇപ്പോൾ വാഷിങ്ടണിൽ 2 നേതാക്കളെയും സംസാരിപ്പിക്കാൻ വിളിക്കുന്നു എന്ന് പറയുന്നു. ട്രംപ് പറയുന്നത് നെതന്യാഹുവിനെയും അതുപോലെ ലെബനൻ്റെ പ്രസിഡൻറ്റിനെയാണ് അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നത്. പക്ഷേ ഈ സംഘർഷം നടക്കുന്നത് ഇവർ രണ്ടുപേരും തമ്മിലല്ല, സംഘർഷം നടക്കുന്നത് ഹെസ്ബുള്ളയുമായിട്ടാണ്. ഹെസ്ബുള്ള ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറാണ് ലെബനനിൽ, ഒരു ഗവൺമെൻറ് ആക്ടർ അല്ല. അപ്പോൾ ഈ ലെബനൻ്റെ നേതാക്കളുമായി സംസാരിച്ചാൽ പോലും അവർക്ക് ഈ ഹെസ്ബുള്ളയുടെ മേലിൽ യാതൊരു തരത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്താനൊന്നും സാധിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ യുദ്ധത്തിൻ്റെ സീസ് ഫയറിൻ്റെ ഭാഗമായി ഹെസ്ബുള്ളയെ ഡിസാം ചെയ്യണം, കാരണം അവരെ ആയുധങ്ങളൊന്നും ഇല്ലാതെ ആക്കണം എന്നുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ പോലും അത് ഇതുവരെ നടപ്പിലാക്കാനായി ലെബനീസ് ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊരു സീസ് ഫയർ നിലവിലുണ്ടെങ്കിൽ പോലും ഈ ഹെസ്ബുള്ളയെ ഡിസാം ചെയ്യാൻ ലെബനീസ് ഗവൺമെൻറ്റിന് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഫ്രജൈലാണ്. മാത്രമല്ല ഇപ്പോൾ ഇറാനാണ് ഹെസ്ബുള്ളയുടെ മുമ്പിൽ, കാരണം ഹെസ്ബുള്ള ഇറാൻ്റെ ഒരു എലൈ ആണ്, അവരുടെ ഒരു മിലിഷ്യയാണ്. അപ്പോൾ ഇറാന് സമ്മർദ്ദം ചെലുത്താൻ സാധിക്കും. സമ്മർദ്ദം ഇപ്പോൾ ചെലുത്തിയിട്ടുണ്ടാകാം. കാരണം ഇപ്പോൾ ഈ സീസ് ഫയർ നിലനിൽക്കാൻ വേണ്ടി, ചർച്ചകൾക്ക് മുൻപ് സീസ് ഫയർ നിലനിൽക്കാൻ വേണ്ടി ഇനി ഇസ്രായേലിലേക്കുള്ള ഈ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തരുത് എന്ന് ഇറാനിൻ്റെ സമ്മർദ്ദം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ സീസ് ഫയർ ഒരു ലോങ് ടേം ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ഡീലിലേക്ക് എത്താനുള്ള വളരെയധികം ബുദ്ധിമുട്ടുകൾ, വളരെയധികം പ്രതിബന്ധങ്ങളുണ്ട്. കാരണം ഒന്നാമത്തെ ഇത് ഇന്നലെയോ തുടങ്ങിയ ഒരു പ്രശ്നമല്ല. ലെബനനിൽ ഹെസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ 2006 ഇവർ തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം ഒരു UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. 1701 ആണ് ആ റെസൊല്യൂഷൻ. ആ റെസൊല്യൂഷൻ പ്രകാരം ഈ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണം, ഹോസ്റ്റിലിറ്റി നിർത്തുക, അതുപോലെ സൗത്ത് ലെബനിൽ നിന്നും ഇസ്രായേൽ പിന്മാറണമെന്നും സൗത്ത് ലെബനനിൽ ലെബനീസ് ഗവൺമെൻറ് അവരുടെ സ്റ്റേറ്റും അതുപോലെ യൂണിഫിൽ ഈ UN പീസ് കീപ്പേഴ്സും അല്ലാതെ മറ്റൊരു ആംഡ് ശക്തി
ശക്തി ഉണ്ടാകരുത് എന്നുമാണ്. പക്ഷേ ആ ഒരു എഗ്രിമെൻറ്റ് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. കാരണം സൗത്ത് ലെബനനിലാണ് ഈ ഹെസ്ബുള്ള ഏറ്റവും ശക്തമായിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നത് ഇപ്പോൾ ഈ വലിയ തോതിലുള്ള ആക്രമണങ്ങളും ഈവൻ ലാൻഡ് ഇൻവേഷനൊക്കെ ഉണ്ടാകുമ്പോൾ കുറേയധികം ലാൻഡ് ഇസ്രായേൽ പിടിച്ചടക്കുന്നുണ്ട്. ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിൻ്റെ ഉദ്ദേശം സൗത്ത് ലെബനിൽ നിന്നും പൂർണ്ണമായി ഈ ഹെസ്ബുള്ളയെ പുറന്തള്ളുക. ഇറാനിൻ്റെ നോർത്തേൺ ബോർഡറിലാണ്. അപ്പോൾ ബോർഡറിൽ നിന്ന് എത്രയും അകലെ ഹിസ്ബുള്ളയെ തള്ളി ആക്കാൻ പറ്റും അത്രയും അധികം ആക്കുക, എന്നിട്ട് ഒരു സെക്യൂരിറ്റി ബഫർ സോൺ ക്രിയേറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ ഈ നോർത്ത് ഇസ്രയേലിലുള്ള അവരുടെ സിവിലിയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ ഇതൊരു എത്രയോ വർഷങ്ങളായി തീരാത്ത ഒരു പ്രശ്നമാണ്. ഇനി 10 വർഷത്തെ സീസ് ഫയറിൽ ട്രംപ് ഇപ്പോൾ ലെബനീസ് നേതാക്കളുമായി ഇസ്രായേലി നേതാവുമായി രണ്ടുപേരും കൂട്ടി ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് തീരുമോ ഇല്ലയോ എന്നുള്ളത് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ബിക്കോസ് ഇതിന് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണിത്. പക്ഷേ എങ്കിലും ഇന്നത്തെ നാം US ഇറാൻ വിഷയത്തിൽ അതുപോലെ പശ്ചിമേഷ്യയിലെ സമാധാനത്തിന് വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ 2ാം ഘട്ടം നടക്കാൻ പോകുന്ന ചർച്ചകൾ. പല വിഷയങ്ങളും അതിനകത്ത് പറഞ്ഞു തീർക്കാനുള്ളതുണ്ട്. നമ്മൾ അതിന് മുൻപത്തെ വീഡിയോകൾ പറഞ്ഞതാണ്. ദർ ആർ ലോട്ട് ഓഫ് ഇഷ്യൂസ്, കൺഫ്യൂഷൻ, കോൺട്രഡിക്ഷൻസ് എല്ലാം ഉണ്ടെങ്കിലും ഈ ലെബനൻ സീസ് ഫയർ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഓൾറെഡി ഇപ്പോൾ സോർട്ട് ഔട്ട് ചെയ്തിരിക്കുന്നു. അത് നടന്നിട്ടുണ്ട്. അതുപോലെ ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കുക എന്നത് നമ്മൾ ആദ്യം ഈ പറഞ്ഞ സീസ് ഫയറിൻ്റെ അതിലുള്ള നിബന്ധനകളുടെ ഭാഗമാണ്. പക്ഷെ അത് ഇറാൻ അംഗീകരിക്കാതിരുന്നത് ഈ ലെബനൻ സീസ് ഫയർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന കാരണത്താലാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നിബന്ധനകളോട് കൂടി ഇറാൻ സമ്മതിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ട്രംപ് പറയുന്നത് US നേവൽ ബ്ലോക്കേഡ് തീരില്ല, പക്ഷേ ഇത്തരത്തിലുള്ള ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അടപ്പ് ഉണ്ടാവില്ല എന്ന പ്രോമിസ് കിട്ടിയെന്നൊക്കെ പറയുന്നു. അപ്പോൾ എനിവേ ഇനി ഈ ആഴ്ച അവസാനം അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് ഇപ്പോൾ ഇനി പാകിസ്ഥാനിൽ തന്നെ ഇസ്ലാമാബാദിൽ ചർച്ചകൾ നടക്കുമ്പോൾ ഒരു പോസിറ്റീവ് നോട്ടോടു കൂടിയാണ്. കാരണം ചില ചെറിയ പ്രശ്നങ്ങളെങ്കിലും തീർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സമാധാനം വരുത്തിയിട്ടാണ് ചർച്ചകൾക്ക് മുന്നോട്ടിരിക്കുന്നത്. സോ എനിവേ ലെറ്റ്സ് ഹോപ്പ് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ആൻഡ് പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ Facebook. Take care. Bye-bye. Have a nice weekend.